മലയാള നാടകവേദിയിൽ നവോത്ഥാനത്തിന്റെ കുളമ്പടിയുമായി ജൈത്രയാത്ര നടത്തി ഒളിമങ്ങാത്ത ഓർമ്മകൾ ബാക്കിയായുള്ള അശ്വമേധം എന്ന നാടകം വീണ്ടും അരങ്ങിലെത്തുന്നു. കലാ സാംസ്കാരിക പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് ബഹ്റൈൻ കേരളീയ സമാജം സ്കൂൾ ഓഫ് ഡ്രാമയാണ് അശ്വമേധം വീണ്ടും അരങ്ങിലെത്തിക്കുന്നത്. ജീവിതത്തിന്റെ അരങ്ങിൽ നിന്നും അണിയറയിലേക്ക് വിടവാങ്ങിയ തോപ്പിൽ ഭാസിയുടെ അശ്വമേധം വീണ്ടും അരങ്ങിലെത്തിക്കാനുള്ള റിഹേഴ്സൽ തകൃതിയായി നടക്കുന്നു. സംവത്സരങ്ങൾക്ക് മുൻപ് വ്യത്യസ്തവും കാലികവുമായ ആരോഗ്യ പ്രശ്നത്തെ തീക്ഷ്ണമായി അവതരിപ്പിച്ച് സമൂഹത്തിന്റെ ബോധതലത്തിൽ വിപ്ലവകരമായ ചലനം സൃഷ്ടിച്ച നാടകം മലയാളി മനസ്സുകളിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ള അതേ മൂല്യത്തോടെ തികച്ചും 100% നീതി പുലർത്താൻ ശ്രമിക്കുമെന്ന് സംവിധായകൻ മോഹൻരാജ് അഭിപ്രായപ്പെട്ടു. മണ്ണിന്റെ മണവും ജീവിതത്തിന്റെ തുടിപ്പുകളും പ്രതിഫലിപ്പിക്കുന്ന കലാസാഹിത്യ സൃഷ്ടികൾ സാമൂഹിക പരിവർത്തനത്തിൽ വഹിച്ച പങ്കിനെ പുതിയ തലമുറയ്ക്ക് ബോധ്യപ്പെടുത്തുകയെന്ന ഉത്തരവാദിത്വമാണ് ഈ നാടകാവതരണത്തിലൂടെ സ്കൂൾ ഓഫ് ഡ്രാമ ലക്ഷ്യമിടുന്നതെന്ന് സമാജം കലാവിഭാഗം സെക്രട്ടറി മനോഹരൻ പാവറട്ടി പറഞ്ഞു. ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ ഈ വർഷത്തെ നാടക പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന വേളയിൽ തന്നെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ആദ്യ സംരംഭമായിരുന്നു ഒരു വലിയൊരു നാടകം, പ്രശസ്തിയാർജിച്ചൊരു നാടകം എടുത്ത് സമാജത്തിന്റെ ഈ വേദിയിൽ അവതരിപ്പിക്കുക എന്നുള്ളത്. അത് സമാജം സ്കൂൾ ഓഫ് ഡ്രാമയുടെ കൺവീനറും അതിൻ്റെ കമ്മിറ്റി അംഗങ്ങളുമായി ചർച്ച ചെയ്ത് ആ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് ഐക്യകണ്ഠന് ഉരുത്തിരിഞ്ഞൊരു ആശയമായിരുന്നു അശ്വമേധം. അശ്വമേധത്തെ പറ്റി പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, പുതിയ തലമുറയ്ക്ക് ഒരു പക്ഷേ കേട്ടുകേൾവി ഉണ്ടാവുന്നു. അതേസമയം പഴയ തലമുറ അത് കണ്ടുമറന്ന് നാടകമായും സിനിമയായും കണ്ടുമറന്ന ഒരു നശ്വര നാടകമാണ് അശ്വമേധം. ഇതിൽ ഏകദേശം 12ഓളം പേരാണ് ഇതിലെ കഥാപാത്രങ്ങളായി വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ അതിലെ ഗസ്റ്റ് ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ 7-8 പേരോളം വരുന്നുണ്ട്. ഒരു വലിയൊരു നിര തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തകരായിട്ട് അണിനിരക്കുന്നത്. ഇതിൻ്റെ സംഗീത രംഗത്തും സ്റ്റേജ് അറേഞ്ച്മെന്റിനും അങ്ങനെ സമാജത്തിലെ ഒട്ടുമിക്ക നാടക പ്രവർത്തകരും ഇതിൻ്റെ പിന്നിൽ അണിനിരക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാടകത്തെ സ്നേഹിക്കുന്ന സമാജത്തിലെ വളരെയധികം വ്യക്തികൾ ഞങ്ങൾക്ക് പല രീതിയിലുള്ള സപ്പോർട്ടുമായിട്ട് വരുന്നുണ്ട്. കാരണം ഈ ഒരു നാടകം ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടാണ് കാണുന്നത്. സമാജത്തിന് ഒരു നാടക ചരിത്രമുണ്ട്. സമാജം എന്ന ഈ പ്രസ്ഥാനം തുടങ്ങുന്നത് തന്നെ 63 വർഷങ്ങൾക്ക് മുമ്പ് വികടയോഗി എന്നൊരു നാടകം അവതരിപ്പിച്ചുകൊണ്ട് അതിന്റെ കൂട്ടായ്മയിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് ബഹ്റൈൻ കേരളീയ സമാജം എന്ന ഈ പ്രസ്ഥാനം. ആ ഒരു നാടകം ഞങ്ങൾ കഴിഞ്ഞ വർഷം അവതരിപ്പിച്ചു കഴിഞ്ഞു. വികടയോഗി എന്ന നാടകം വളരെ പ്രശസ്തമായ നാടകം. ഫെബ്രുവരി 23 വ്യാഴാഴ്ച വൈകുന്നേരം 8 മണിക്ക് സമാജം അംഗങ്ങൾക്കും മലയാളി സമൂഹത്തിനു വേണ്ടിയും വിവിധ ലേബർ ക്യാമ്പുകളിലെ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് നാടകം കാണുവാനുള്ള സൗകര്യത്തിനു വേണ്ടി 24-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്കും നാടകം അവതരിപ്പിക്കും. ഈ 2 ദിവസങ്ങളിലും ഏവർക്കും നാടകം കാണുവാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതായിരിക്കും. എനിക്ക് നിങ്ങളുടെ ഭാര്യ സാധ്യമല്ല. ഡോക്ടറാണ് നിന്നെ വിളിക്കുന്നത്. എവിടെ കയറി ചെന്നാലും എന്റെ മുഖത്തിന് നേരെ വാതിലടയ്ക്കും. എവിടെ നോക്കിയാലും കണ്ണുനീരാണ് അനുഭവം. ഭഗവാൻ തരുന്നു, നമ്മൾ 2 കൈയും നീട്ടി വാങ്ങിക്കുന്നു. ഭഗവാൻ തരുന്നു, മനുഷ്യന് കാണിക്കുന്ന തോന്നിവാസത്തിന് ദൈവത്തിനാണ് പഴി. എന്തിന് പറയുന്നു, കഴിഞ്ഞ പ്രസവത്തിന് ആശുപത്രിയിൽ പോയിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഈ ദ്രോഹി സമ്മതിച്ചില്ല.